തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ പിടിച്ചതിൽ ബിജെപിയുടെ ആഹ്ലാദ പ്രകടനം അവിടെ തുടങ്ങിയിരിക്കുകയാണ്. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും തിരുവനന്തപുരം കോർപ്പറേഷനിൽ വിജയിച്ച കൌൺസിലർമാരും ഈ വിജയാഘോഷത്തിൽ പങ്കെടുക്കുകയാണ്. അർജുൻ കല്യാൺ നമുക്കൊപ്പം. ഗുഡ് ഈവനിംഗ് അർജുൻ കല്യാൺ. എത്രത്തോളം വലിയ ഒരു ആഹ്ലാദത്തിലാണ്? ഇന്നലെ തന്നെ പലയിടങ്ങളിലും പാട്ടും ഡാൻസും ഒക്കെയായിട്ട് തകർക്കുകയായിരുന്നു. രാത്രി വൈകി വരെയുള്ള ആഘോഷ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ഇപ്പോൾ എങ്ങനെയാണ് റാലി? എല്ലാവരും എത്തിയോ? സുജി, തീർച്ചയായിട്ടും തലസ്ഥാനത്തെ BJP ഇത് വലിയൊരു ആഘോഷമാക്കി തന്നെ മാറ്റുകയാണ്. ഇന്നലെ വാർഡ് തലങ്ങളിലായിരുന്നു ആഹ്ലാദ പ്രകടനങ്ങൾ നടന്നിരുന്നത്. ഇന്നിപ്പോൾ നഗര പ്രദക്ഷിണം, അതായത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ വിജയിച്ചിട്ടുള്ള 50 കൗൺസിലർമാരെയും അണിനിരത്തിക്കൊണ്ട് ഓരോ 4 കൗൺസിലർമാർക്ക് തുറന്ന ജീപ്പ് എന്ന രീതിയിൽ 25 തുറന്ന ജീപ്പുകളിൽ ഈ 50 കൗൺസിലർമാരും ഇന്ന് നഗര പ്രദക്ഷിണം നടത്തുകയാണ്. അതിനോടനുബന്ധമായി തന്നെ ചെണ്ടമേളവും ബാൻഡ് സെറ്റും വലിയ കൊടിതോരണങ്ങളും DJയും ഒക്കെ BJP പ്രവർത്തകർ സജ്ജമാക്കിയിട്ടുണ്ട്. വലിയ ഒരു ആൾക്കൂട്ടത്തെ സാക്ഷി നിർത്തി തന്നെയാണ്, അല്ലെങ്കിൽ വലിയ ആൾക്കൂട്ടത്തോടൊപ്പമാണ് ഈ വിജയാഹ്ലാദ പ്രകടനം കടന്നു പോകുക എന്നുള്ള പ്രത്യേകതയുമുണ്ട്. ഏറെ കാത്തിരിപ്പിന് ശേഷം കഴിഞ്ഞ തവണ 35 വാർഡുകളിലാണ് BJPക്ക് ജയിക്കാൻ വേണ്ടി കഴിഞ്ഞതെങ്കിൽ ഇത്തവണ നേരത്തെ തന്നെ മുൻകൂട്ടി പ്രഖ്യാപിച്ചിരുന്നു ഞങ്ങൾ ഭരണം പിടിക്കും. പക്ഷേ ആ പ്രഖ്യാപനം കഴിഞ്ഞ ഒരുപാട് തവണയായി അതൊക്കെ സാധ്യമാവാത്തതാണ് എന്നുള്ള ഒരു രീതിയിലായിരുന്നു പലപ്പോഴും വിമർശിക്കപ്പെട്ടിരുന്നത്. പക്ഷേ 50 സീറ്റുകൾ പിടിച്ചടക്കിക്കൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം നേടിയിരിക്കുകയാണ് BJP. അതുകൊണ്ട് തന്നെ ഇത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു മുന്നോടിയായുള്ള ഒരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ് എന്നുള്ളതാണ് നേതാക്കളെല്ലാം തന്നെ പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു സാമ്പിൾ വെടിക്കെട്ടായി ഈ നഗരത്തെ ആകമാനം കാവിയിൽ മുക്കുക, അല്ലെങ്കിൽ കാവി മയമാക്കി മാറ്റുക എന്നുള്ള ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് വലിയ രീതിയിൽ വലിയ സന്നാഹങ്ങളോടുകൂടി തന്നെയുള്ള ഈ വിജയാഹ്ലാദ പ്രകടനം നടക്കുന്നത്. ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന കാര്യാലയം മാരാർജി ഭവനിൽ നിന്നും ഇപ്പോൾ ഈ പ്രകടനം ഒരു റാലിയായിട്ടാണ് പോകുന്നത്. മേയർ ആരാണെന്ന് അറിയാനാണ് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖറും വിജയിച്ച കൗൺസിലർമാരുമെല്ലാം റാലിയിലുണ്ട്. ജില്ലാ അധ്യക്ഷനാണ് കൂടെ നിൽക്കുന്നത്. ഈ വാഹനത്തിലേക്ക്, തുറന്ന വാഹനത്തിലേക്ക് മറ്റാരും കയറുന്നില്ല എന്നാണോ? ഇതിൽ സാധ്യതയുള്ള 2 പേർ, മേയറാകാൻ സാധ്യതയുള്ള 2 പേരും ആ കൂട്ടത്തിൽ എവിടെയാണ്? തീർച്ചയായിട്ടും സുജിയ, ഇതിനകത്ത് മേയർ ആരാവും അല്ലെങ്കിൽ ആരാവണം മേയർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ കത്ത് ചർച്ചകൾ നടന്നുകൊണ്ടേയിരിക്കുന്നതേ ഉള്ളൂ. പ്രധാനമായും ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന പേര് BJPയുടെ നേതാവായിട്ടുള്ള VV രാജേഷ് തന്നെ മേയറാകും എന്നുള്ളതാണ്. നമ്മുടെ മുൻ DGP R ശ്രീലേഖ ഈ പറയുന്നത് പോലെ ഒരു ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് അവരെ പരിഗണിക്കും എന്നുള്ള വാർത്തകളും അല്ലെങ്കിൽ അത്തരം ചില കൂടി BJPക്കകത്തുനിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ അതിനകത്ത് കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനമാണ് പ്രധാനമായും ഒരു ഘടകമായി മാറുക. നിലവിൽ ഇപ്പോൾ എന്തായാലും അത്തരമൊരു തീരുമാനത്തിലേക്ക് BJP നേതൃത്വം എത്തിയിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇപ്പോൾ 25 തുറന്ന വാഹനങ്ങൾ, അതായത് തുറന്ന ജീപ്പുകളാണ് ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഓരോ ജീപ്പുകളിലും 4 കൗൺസിലർമാർ വീതം അണിനിരന്നുകൊണ്ട് ഈ 50 കൗൺസിലർമാരെയും നഗരത്തിൽ എല്ലായിടത്തും, അതായത് ഒരു വലിയ വിജയാഹ്ലാദ പ്രകടനമാക്കി തന്നെ ഈ പറയുന്ന ഈ ഒരു പ്രകടനത്തെ മാറ്റുക എന്ന് തന്നെയാണ് BJP ഉദ്ദേശിക്കുന്നത്. നേമത്തും അതുപോലെ തന്നെ വട്ടിയൂർക്കാവിലുമൊക്കെ ഈ പറയുന്ന ഇപ്പോൾ നിലവിൽ BJPയുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ച ശേഷമുള്ള ആഘോഷമാണ് നമ്മൾ കാണുന്നത്. മാരാർജി ഭവനിൽ നിന്ന് തുടങ്ങുകയാണ് റാലി. നോക്കൂ, വാഹനത്തിൽ ഇപ്പോൾ VV രാജേഷ് അടക്കം കയറിയ വാഹനം കൂടി നമുക്ക് കാണാം. മേയറായി VV രാജേഷ് വരാനുള്ള സാധ്യതയാണ് കൂടുതൽ. അതോ R ശ്രീലേഖ IPS ആണോ മേയറായി വരിക? R ശ്രീലേഖ അതോ ഡെപ്യൂട്ടി മേയറാകുമോ? അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇനി വേണ്ടത്. അതിന് നേതൃത്വത്തിന്റെ തീരുമാനമായിരിക്കും എന്നുള്ളതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. 50 കൗൺസിലർമാരെയും അണിനിരത്തിക്കൊണ്ട് BJP സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിലുള്ള റാലിയാണ്. മറ്റ് ജില്ലാ അധ്യക്ഷന്മാരും ഈ റാലിയിലേക്ക് എത്തിയിട്ടുണ്ട്. പുതുതായി രൂപീകരിച്ച കരിമം വാർഡടക്കം പിടിച്ചുകൊണ്ടാണ് 50 ഇടങ്ങളിൽ BJP മികച്ച വിജയം സ്വന്തമാക്കിയത്. രാജീവ് ചന്ദ്രശേഖർ നയിക്കുന്ന റാലി ഇതാ തുടങ്ങുകയാണ്. അർജുൻ കല്യാൺ, എങ്ങനെയാണ് ഇതിന്റെ ക്രമീകരണങ്ങൾ? ഇതിനകത്ത് വലിയ ആവേശത്തിലാണ് ഈ റാലി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ബാൻഡ് മേളങ്ങളും ചെണ്ടമേളങ്ങളും അതുപോലെ തന്നെ വലിയ കൊടിതോരണങ്ങളെല്ലാം ഈ റാലിയുടെ ഭാഗമായി അണിനിരത്തുന്നുണ്ട്. ഇതിന്റെ ആരംഭം ഈ പറയുന്ന മാരാർജി ഭവനിൽ നിന്നും ആരംഭിച്ച് തമ്പാനൂർ, കിള്ളിപ്പാലം, കരമന, പൂജപ്പുര,
ജഗതി, വഴുതക്കാട്, പാളയം, പട്ടം, കേശവദാസപുരം, മുട്ടട, പേരൂർക്കട, അമ്പലമുക്ക്, കവടിയാർ, ശാസ്തമംഗലം, വെള്ളയമ്പലം, മ്യൂസിയം, പാളയം, ഓവർബ്രിഡ്ജ് വഴി കിഴക്കേക്കോട്ടയിൽ സമാപിക്കുന്ന രീതിയിലുള്ള ഒരു ക്രമീകരണമാണ് ഇപ്പോൾ ഏർപ്പാടാക്കിയിട്ടുള്ളത്. ആദ്യത്തെ തുറന്ന വാഹനത്തിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. തൊട്ട് പിന്നാലെ തന്നെ, അല്ലെങ്കിൽ ആ വാഹനത്തിൽ തന്നെ VV രാജേഷും അതുപോലെ തന്നെ ശ്രീലേഖ ഉൾപ്പെടെയുള്ളവരും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും സംസ്ഥാന അധ്യക്ഷനെ സംബന്ധിച്ച് ചുമതല ഏറ്റെടുത്തതിനു ശേഷം നടന്നിട്ടുള്ള ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പറയുന്ന നേരത്തെ തന്നെ ഉയർന്നു കേട്ടിട്ടുള്ള മുദ്രാവാക്യം, അതായത് മാറാത്തത് ഉൾപ്പെടെ മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു BJP എന്നുള്ളതാണ് കാര്യാലയത്തിന് മുകളിലുള്ള LED വാളിൽ ഉൾപ്പെടെ എഴുതി ചേർത്തിരിക്കുന്നത്. മാറില്ല മാറില്ല എന്ന് പലരും വിധിയെഴുതിയിട്ടുള്ള ഒരു കോർപ്പറേഷൻ BJPക്ക് ഒരിക്കൽ പോലും കേരളത്തിനകത്ത് കൃത്യമായ രീതിയിൽ രാഷ്ട്രീയത്തെ അടയാളപ്പെടുത്താൻ വേണ്ടി കഴിയില്ല എന്ന് പഴി കേട്ടിരുന്ന BJP ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ അതും ഉജ്ജ്വലമായിട്ടുള്ള വിജയം, ഏതെങ്കിലും ഒരു നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റിനിടയിൽ നേടിയിട്ടുള്ള, അല്ലെങ്കിൽ 1-2 വാർഡുകളുടെ വ്യത്യാസത്തിന് മാത്രം നേടിയിട്ടുള്ള ഒരു വിജയമല്ല, 50 വാർഡുകളുടെ വിജയം എന്നുള്ള കൃത്യമായ രീതിയിലുള്ള ഒരു മെജോറിറ്റിയിൽ തന്നെയാണ് ഇപ്പോൾ BJPക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം ലഭിച്ചിരിക്കുന്നത്. കേവല ഭൂരിപക്ഷം 51 ഡിവിഷനുകളാണ്. പക്ഷേ 51 സീറ്റുകൾ നേടാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എങ്കിൽ കൂടിയും 50 സീറ്റുകൾ നേടിക്കഴിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ സ്വതന്ത്രൻ ഉൾപ്പെടെ കൂട്ടിച്ചേർത്തുകൊണ്ട് പാറ്റൂർ രാധാകൃഷ്ണനെയോ അല്ലെങ്കിൽ 2 സ്വതന്ത്രന്മാരാണുള്ളത്, അവരെ ആരെയെങ്കിലുമോ കൂട്ടിച്ചേർത്തുകൊണ്ട് 51 എന്നുള്ള, അതായത് സുരക്ഷിതമായി ഭരിക്കാൻ പാകത്തിലുള്ള ഒരു നടപടിയിലേക്ക് പോകാൻ വേണ്ടി കഴിയുമെന്ന് കരുതുന്നുണ്ട്. ഇതിപ്പോൾ വാഹനം മെല്ലെ മെല്ലെ ഈ മാരാർജി ഭവനിൽ നിന്നും പുറത്തേക്ക് നീങ്ങുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി കഴിയുന്നത്. ആദ്യത്തെ വാഹനത്തിൽ, അതായത് ഇതിൻ്റെ വിജയശില്പികളായി, ഈ വിജയത്തിൻ്റെ വിജയശില്പികളായി BJP അവതരിപ്പിക്കുന്ന സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരും തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷനായിട്ടുള്ള കരമന ജയനും സുരേഷ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളാണ് ഈ ഒന്നാമത്തെ വാഹനത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. 25 തുറന്ന വാഹനങ്ങളിലാണ് റാലി. ആ റാലി ഇതാ തുടങ്ങുകയാണ്. പുറത്തേക്ക് പ്രധാന പാതയിലേക്ക് എത്തുമ്പോൾ വിവിധ ക്യാമറകളിൽ നിന്നുള്ള ദൃശ്യങ്ങളായി പ്രേക്ഷകരിലേക്ക് നമ്മൾ അത് എത്തിക്കും. വലിയ ആഘോഷമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് മാരാർജി ഭവനിൽ നിന്ന് ഇതാ തുടങ്ങുകയാണ്. 25 തുറന്ന വാഹനങ്ങളിൽ 50 കൗൺസിലർമാർക്കൊപ്പം BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നയിക്കുന്ന റാലി ഇതാ തുടങ്ങുകയാണ്. 45 വർഷത്തെ കുത്തക അവസാനിപ്പിച്ചുകൊണ്ടാണ് ഭരണം പിടിച്ചിരിക്കുന്നത്. അതായ രീതിയിൽ തന്നെയുള്ള ആഹ്ലാദ പ്രകടനത്തിലേക്ക് പോവുകയാണ് തലസ്ഥാനത്ത് BJP.